മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാതിയാണ് അനേകർ മറന്നുപോയി എന്നുള്ള പരാതി. ഓർക്കേണ്ട പലരും ഓർക്കാതിരിക്കുക, കൈപിടിച്ച് കയറ്റേണ്ട പലരും മറന്നുപോകുക. എല്ലാവരും മറന്നുപോയി. ചില ആൾക്കാര് സംസാരിക്കുമ്പോൾ സംസാരിക്കാറുണ്ട്, ചിലരൊക്കെ മനസ്സ് വെച്ചാൽ ഞാൻ രക്ഷപ്പെട്ടേനെ, ചിലരൊക്കെ സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ ഒന്ന് ഉയർന്നു പോയേനെ. പക്ഷെ അവരൊക്കെ കണ്ടിട്ടും കാണാത്തവരെ പോലെ പോകുക, എല്ലാവരും മറന്നു പോകുകയായിരുന്നു. എന്നാ ബൈബിള് തരുന്ന ഒരു ഉറപ്പ്, ആര് മറന്നാലും എൻ്റെ കർത്താവ് നിന്നെ മറക്കുകയില്ല എന്നുള്ളതാണ്. സ്തോത്രം. അങ്ങനെ ഒരു വചനമാണ് ഞാൻ വായിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പം ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു സാധ്യതയില്ലാത്ത കാര്യമാണ് പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. കാരണം ഒരിക്കലും ഒരമ്മ കുഞ്ഞിനെ മറക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ അവരും മറക്കും. ചില അമ്മമാര് പറയാറുണ്ട്, ഇവൻ എൻ്റെ മകനല്ല. ചില അപ്പന്മാർ പറയാറുണ്ട്, ഇവൻ എൻ്റെ മകനല്ല, ഇവൻ ഞങ്ങളുടെ വീട്ടിലെ അല്ല എന്നൊക്കെ തള്ളപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുക, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുവോ? മറന്നു കളഞ്ഞാലും പേടിക്കണ്ട, ഞാൻ നിന്നെ ഒരു കാലത്തും മറക്കുകയല്ല. എൻ്റെ കർത്താവ് നിന്നെ മറക്കാത്ത ദൈവമാണ്. എത്ര കുടുംബങ്ങളിൽ നിന്ന് നീ തള്ളപ്പെട്ടാലും, വ്യക്തികൾ നിന്നെ മറന്നു കളഞ്ഞാലും, കൈപിടിച്ചുയർത്തേണ്ടവരെല്ലാം നിന്റെ തകർച്ചയെ ആഘോഷിക്കുന്നെങ്കിലും നീ പേടിക്കേണ്ട, നിനക്ക് തുണയായി എൻ്റെ കർത്താവുണ്ട്. ഞാനൊരു കാഴ്ച ഈ വചനം വായിക്കുമ്പോൾ ആത്മാവിൽ കാണുകയാണ്. ഈ ദിവസങ്ങളിൽ നിന്നെ മറന്നവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കും. അവർക്ക് മനസ്സിലാകും, ദൈവമാണ് നിന്നെ കൈപിടിച്ചുയർത്തിയത്, ദൈവമാണ് നിന്നെ മാനിച്ചത് എന്ന് വിശ്വസിക്കത്തക്ക രീതിയിലുള്ള ചില അടയാളങ്ങൾ ഈ ദിവസങ്ങളിൽ നിന്റെ പേഴ്സണൽ ലൈഫിൽ, നിന്റെ കുടുംബജീവിതത്തിൽ, നിന്റെ രക്തബന്ധങ്ങളുടെ നടുവിൽ ഉണ്ടാകാൻ പോകുകയാണ്. അവരോടൊക്കെ നീ പറയണം, എന്നെ മാനിച്ചത് ദൈവമാണ്, എന്നെ അനുഗ്രഹിച്ചത് ദൈവമാണ്. എൻ്റെ രക്തബന്ധങ്ങളുടെ മുമ്പിൽ സ്തോത്രം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ ഉയർത്തിയത് ദൈവമാണ്, എന്നെ മാനിച്ചത് ദൈവമാണ്. കാരണം മനുഷ്യരോർത്താൽ അതിനെല്ലാം പരിമിതിയുണ്ട്. എന്നാൽ ദൈവം ഓർത്താൽ, സ്തോത്രം, ദൈവം മറക്കാതിരുന്നാൽ നിന്റെ ജീവിതം രക്ഷപ്പെടും. ഇന്ന് ചിലരോടൊക്കെ ദൈവം സംസാരിക്കുക, ചിലരൊക്കെ മറന്നത് നിനക്ക് അനുഗ്രഹത്തിനാണ്. ദൈവം നിന്നെ ഓർക്കും. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേൽ നീട്ടുമാറാകണം. പരിശുദ്ധാത്മാവ് നിന്റെ മക്കളുടെ മേൽ ഇറങ്ങണം. ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി നിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആര് മറന്നാലും ദൈവം നിന്നെ മറക്കയില്ല. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.